ഷെവലിയർ സി ചാക്കുണ്ണി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കോഴിക്കോട് ജില്ലാ അവലോകന യോഗത്തിന് ശേഷം ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ, മലയാള ചലച്ചിത്ര കാണികൾ, മക്കൾ എന്നീ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഷെവലിയർ സി ചാക്കുണ്ണി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സർക്കാർ അതിഥി മന്ദിരത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. മലബാറിൽ 2 അന്താരാഷ്ട്ര വിമാനങ്ങൾ ഉണ്ടായിട്ടും ഇവിടുത്തെ വ്യോമഗാന ഗുണഭോക്താക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എയർ, റെയിൽ, റോഡ്, ജലഗതാഗത കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെന്നും കേന്ദ്ര സർക്കാർ സ്വകാര്യ പങ്കാളിത്തോടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന മെഗാ ചലച്ചിത്ര പ്രൊഡക്ഷൻ യൂണിറ്റ് മാവൂരിൽ സ്ഥാപിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഷെവലിയർ സി ചാക്കുണ്ണി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിരുന്നു. പിന്നീട് അതേക്കുറിച്ച് കാര്യമായ ചർച്ചകൾ നടന്നില്ലെന്ന് തോന്നുന്നു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടികൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ? അടുത്തൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, കേരള UAE കപ്പൽ സർവീസിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെയധികം പ്രോത്സാഹനം തന്ന് അതിനെ മലബാർ ടൂറിസം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അങ്ങേറ്റത്തെ സഹകരണമാണ് ടൂറിസം മന്ത്രി, അന്നത്തെ ടൂറിസം മന്ത്രിയുടെ ഇപ്പോൾ ടൂറിസം എല്ലാവരും വരുന്നത്. 4 ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടെങ്കിലും മലബാറിലെ യാത്രക്കാരിപ്പോഴും കൊച്ചിയിലും മറ്റിൽ മാത്രമാണ് ആശയങ്ങളുടെ ആവശ്യമുണ്ട്. ആ കാര്യത്തിൽ ചർക്കനീക്കത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ ആദ്യം കൊച്ചി UAE പിന്നീട് പരിഗണന വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സർക്കാരിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും എല്ലാ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി പറയുന്നുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം ശാശ്വതമായി പരിഹരിക്കുന്നതിന് സർക്കാരിന്റെ പരിഗണനയുള്ള നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിച്ചു. നിർദ്ദേശങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. അവലോകന യോഗത്തിന് ശേഷം മുൻകൂട്ടി അനുമതി ലഭിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞതും നിവേദനം നൽകാൻ കഴിഞ്ഞതും തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ മലബാറിൻ്റെ പൊതുവെയും പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെയും മുൻഗണനാ ക്രമത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞതും വളരെ അനുകൂലമായ സമീപനവും മറുപടി അദ്ദേഹത്തിന് ലഭിച്ചതും ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. മുൻകാലങ്ങളെക്കാൾ കോഴിക്കോട് നഗരം സന്ദർശിക്കാനെത്തുന്ന സ്വദേശ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്ക്, യാത്രാക്ലേശം ഒരു നിത്യസംഭവം മാറിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈറ്റ് മെട്രോ പദ്ധതിയെ പറ്റിയും UAE കേരള കപ്പൽ സർവീസിനെ പറ്റിയും അവലോകന യോഗത്തിൽ ഉന്നയിച്ചതും വളരെ പോസിറ്റീവ് മറുപടി ലഭിച്ചതും. മുൻകാലത്ത് കോഴിക്കോട് നഗരം ചലച്ചിത്ര നിർമ്മാണ മേഖലയുടെ ഭാഗ്യനഗരമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഭാഗ്യവശാൽ അന്യഭാഷാ ചിത്രങ്ങൾ വരെ കോഴിക്കോടും വയനാടും എല്ലാം ചിത്രീകരിക്കുന്ന സാഹചര്യത്തിൽ എയർ, റെയിൽ, റോഡ് കണക്ടിവിറ്റിയുടെ പോരായ്മ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും കഴിഞ്ഞു. ശ്രദ്ധ അദ്ദേഹം കേൾക്കുകയും ചെയ്തു. വളരെയധികം സൂപ്പർ സ്റ്റാറായ ശ്രീ രജനീകാന്ത് കോഴിക്കോട് ചെറുവണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ പടത്തിൽ ചിത്രീകരണമുള്ളതും ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി അദ്ദേഹത്തെ കണ്ടതും എല്ലാം ഇതിൻ്റെ ആവശ്യത്തിൽ വിരച്ചുകൊണ്ടുവന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മെഗാ ചലച്ചിത്ര പ്രൊഡക്ഷൻ യൂണിറ്റ് മാവൂരിൽ ആരംഭിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കേന്ദ്രത്തിൽ സമ്മർദ്ദം അഭ്യർത്ഥിക്കുകയും അസോസിയേഷൻ നൽകിയ ബന്ധപ്പെട്ട നിവേദനങ്ങളുടെയും കേന്ദ്ര സർക്കാരിന് നൽകിയ വിവരങ്ങളുടെയും രേഖകൾ അതിന് കൈമാറാൻ കഴിഞ്ഞത് ഏറെ പ്രതീക്ഷ നൽകുന്നു.